Hey all, this is Tansiha. Welcome to DI Solutions. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സോഹോ ബുക്സിൽ എങ്ങനെ ബില്ലിന് അഗെയിൻസ്റ്റ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യാം. ടൂർസ് ആൻഡ് ട്രാവൽ പാക്കേജസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, അതുപോലെ പർച്ചേസ് ചെയ്ത ഐറ്റത്തിന് റീസെൽ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രോസ് ചാർജ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, ഇങ്ങനത്തെ ഇൻഡസ്ട്രീസിനാണ് ഈ ഒരു വർക്ക് ഫ്ലോ കൂടുതൽ യൂസ്ഫുൾ ആവുക. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ റേസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് പർച്ചേസ് മൊഡ്യൂളിൻ്റെ അണ്ടറിൽ ബില്ല് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ബില്ല് ജനറേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെൻഡേഴ്സിൻ്റെ ലിസ്റ്റിൽ നിന്നും ഏത് വെൻഡർ ആണ് എന്നുള്ളത് ചൂസ് ചെയ്തിട്ട് ബിൽ നമ്പറും ബിൽ ഡേറ്റും പ്രൊവൈഡ് ചെയ്യാം. ഐറ്റം ടേബിളിൽ പോയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഐറ്റത്തിൽ നിന്ന് ഏത് ഐറ്റത്തിനാണോ നമ്മൾ റീസെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഐറ്റം ചൂസ് ചെയ്യുക. ഇവിടെ ക്വാണ്ടിറ്റി എത്രയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുക. ഇത് ഞാൻ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള പർച്ചേസ് കോസ്റ്റ് ആണ്. ഇനി ഇതിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റമേഴ്സ്, സെയിൽസ് മൊഡ്യൂളിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സും ഈ കസ്റ്റമർ ഡീറ്റെയിൽ എന്നുള്ള കോളത്തിൽ ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അതിൽ നിന്ന് ഏത് കസ്റ്റമർ ആണ് എന്നുള്ളത് ചൂസ് ചെയ്യാം. കസ്റ്റമറിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പം താഴെ ബില്ലബിൾ നോൺ ബില്ലബിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിലെ ബില്ലബിൾ എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പം ഇവിടെ ഇതിലിപ്പം നമ്മൾ പ്രൊജക്റ്റ് ഫീച്ചർ ഓൺ ആക്കിയത് കൊണ്ടാണ് ഇങ്ങനെ പ്രൊജക്ട് നെയിം ചോദിക്കുന്നത്. ഇവിടെ മാർക്കപ്പ് ബൈ എന്ന് പറയുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റിൽ നിന്ന് ഇൻവോയ്സ് ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടാണ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സപ്പോസ് ഞാനൊരു 30% കൊടുത്തിട്ട് ഇതിനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ബില്ല് ജനറേറ്റ് ചെയ്യും. ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അതിൽ 3 ഡോട്ട്സിൽ പോയാൽ നമുക്ക് ക്രിയേറ്റ് ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിൻ്റെ അണ്ടറിൽ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്ന വിൻഡോയിലേക്ക് ഇത് ഓപ്പൺ ആവും. എന്നിട്ട് നമ്മൾ അവിടെ കൊടുത്ത ഡാറ്റ ഇവിടെ ഓട്ടോലോഡ് ആയിട്ട് വരും. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടുള്ള കസ്റ്റമർ നെയിം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവോയ്സ് ഡേറ്റ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ ഐറ്റം ഏതാണെന്നുള്ളത് ഇവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് റേറ്റ് ചോദിക്കുന്നുണ്ട്. റേറ്റ് ഇപ്പം ഞാൻ അവിടെ കോസ്റ്റ് 300 കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് 30% എന്ന് പറയുമ്പം 90 ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓട്ടോ കാൽക്കുലേറ്റ് ആയി വരുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് ചേഞ്ച് വേണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് പ്രൊവൈഡ് ചെയ്യാം. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പെർസെൻറ്റേജ് ആണെങ്കിലും അതേപോലെ റുപ്പീസ് ആണെങ്കിലും റുപ്പീസ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് ഇൻവോയ്സ് കസ്റ്റമറിന് മെയിൽ ചെയ്യണമെങ്കിൽ സേവ് ആൻഡ് സെൻഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അതല്ല ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റ് കൊടുത്തിട്ട് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ വർക്ക് ഫ്ലോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക്